കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പ്രോബ്ലം സോൾവ് തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാവും, അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അതിലിപ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളാണുള്ള പ്രശ്നം, അതിനിടയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷനാണ് അവിടെ ആണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം സൊല്യൂഷൻ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം രണ്ട് വ്യക്തികൾ തമ്മിൽ അടിയുണ്ടാവും, അവിടെ നമ്മൾ സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടതെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തമ്മിൽ ബ്ലെയിമാണ് ഉണ്ടാവുക. സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെയിനായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് കിട്ടുന്നുണ്ടാവില്ല, ജസ്റ്റ് രണ്ട് വ്യക്തികൾ തമ്മിൽ അടി ഉണ്ടാവുകയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് ഒന്ന് കാമായതിന് ശേഷമാണ് അവർ ചിന്തിക്കുന്നത് പോലും ഇവർ രണ്ടാമത്തെ ഇടയിൽ ഒരു സൊല്യൂഷനാണ് വേണ്ടതെന്നുള്ളത്. ആദ്യം തന്നെ ഒരാൾ മേലിലാണ് മറ്റൊരാളും സ്ഥാപിക്കാനുള്ളൊരു അടിയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ റെസൊല്യൂഷൻ തന്നെ. നമുക്ക് രണ്ട് രീതി പറയുന്നത്, ഒന്ന് വർക്ക് പ്ലേസിൻ്റെതും ഒന്ന് റിലേഷൻഷിപ്പിൻ്റെതും. ഒന്ന് വർക്ക് പ്ലേസിൽ അടി ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റീഷനായിരിക്കും മോസ്റ്റ്ലി, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ബ്ലെയിം ആയിരിക്കും അവിടെ മെയിനായിട്ട് ഉണ്ടാകുന്നത്. അവിടെ രണ്ടാൾക്കാർ തമ്മിൽ ബ്ലെയിം അതേപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ പുറത്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണ് വർക്ക് പ്ലേസിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ആ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ HRസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ HRസിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാർ അടി ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. അതാണ് മെയിനായിട്ടൊരു സ്കില്ലെന്ന് പറയുന്നത്. അത് ഒരു HRൻ്റെ സഹായം വേണമെന്നില്ല. ഇഫ് നമ്മളാണ് ആ ഒരു അടിയിലൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നം മര്യാദയ്ക്ക് കേൾക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്, മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അങ്ങനെ കേട്ടതിന് ശേഷം നമ്മൾ അവരെ ആ ഒരു കോൺഫ്ലിക്റ്റ് മോഡ് ഉണ്ടല്ലോ, ആ ഒരു ബ്ലെയിം മോഡ്, അത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അത് സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആക്കണം, സൊല്യൂഷൻ മോഡിലേക്ക് അവരെ കൊണ്ടെത്തിക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോലും അറിയാണ്ട് അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിനെ മാറ്റി വെച്ചിട്ട് ആ ഒരു എവിടെയാണോ ബ്ലെയിം കിട്ടിയത് അവിടെ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താക്കും അവർ ആ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആകും. അങ്ങനെ അവരൊരു വ്യക്തി, ഒരു എംപ്ലോയി സൊല്യൂഷൻ ഫോക്കസ്ഡ് ആകുന്ന സമയത്ത് അവിടെ സൊല്യൂഷൻസ് ഉണ്ടാവും. അവിടെ മ്യൂച്വലായിട്ടുള്ളൊരു ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അവർ ചിലപ്പോൾ എല്ലാവർക്കും സ്കിൽസ് ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവരും കാപ്പബിലിറ്റീസ് നോളേജ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ ഒരു HR പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വലായിട്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ആ കമ്പനീൻ്റെ, ആ ഒരു ഏജൻസി, ആ ഒരു ഓർഗനൈസേഷൻ്റെ, ആ ഒരു വർക്ക് പ്ലേസിൻ്റെ ഗ്രോത്തിനും അതേപോലെ തന്നെ ആ ഒരു എംപ്ലോയിയുടെ പേഴ്സണലായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഗ്രോത്തിനും കൂടി ആ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഓഫ് വർക്ക് പ്ലേസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അവിടെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും, സെൽഫ് റെസ്പെക്റ്റ്, അതേപോലെ തന്നെ മറ്റൊരു ഇൻഡിവിജ്വലിനോട് റെസ്പെക്റ്റ്, വാല്യൂ, ഡിഗ്നിറ്റി അതൊക്കെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അവിടെ കമ്പനീൻ്റെ ഒരു മൊത്തത്തിലൊരു സൊസൈറ്റീൻ്റെ ഗ്രോത്തിനാണ് അത് കാരണമാകുന്നത്. സോ ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിൽ സത്യം പറഞ്ഞാൽ ഒരു HRൻ്റെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. HRായിട്ടുള്ള സാധനമാണ് റിലേഷൻഷിപ്പിൻ്റെ അതോടൊപ്പം കോൺഫ്ലിക്റ്റ്. അതിലെന്താ മെയിനായിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സാധനം, രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു അടി ഉണ്ടാകും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാം. മെയിൻ തിങ് നമ്മൾ വർക്ക് പ്ലേസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് ലിസണിങ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ആ ഒരു ക്ലിക്ക് മൈൻഡ് തോന്നണം ഇത് സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണെന്നുള്ളത്. ആ ഒരു സൊല്യൂഷൻ മൈൻഡ് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ആൾക്ക് ഒരു വർക്കാവും. അതാണ് സയൻസ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൽ സത്യം പറഞ്ഞാൽ ഈ ആണുങ്ങളെ ഒരു സൈക്കോളജി ഉണ്ടല്ലോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പ്രശ്നത്തിൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല വെച്ചാൽ ചിന്തിച്ച് പോകും. പക്ഷേ എന്നാലും നമ്മൾ ഒന്ന് കൂളാവാൻ ടൈം കൊടുക്കുകയാണെങ്കിൽ, ഒന്ന് കൂളായതിനു ശേഷമാണ് സംസാരിക്കുന്നതെങ്കിൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ബെറ്ററായിട്ട് സോൾവ് ചെയ്യാനുള്ളൊരു നമുക്ക് അബിലിറ്റി അവിടെ നമുക്കുണ്ടാകും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം കൊടുക്കുക, നമ്മളൊന്ന് കൂളാവാൻ. ആക്ച്വലി നമ്മൾ ഈ ആങ്കർ മോഡിലുള്ള സമയത്ത് നമ്മളെന്തുവാന്ന് ചിന്തിക്കുന്നത് അത് പ്രോപ്പർ ആയിരിക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റൊരു ഓപ്പോസിറ്റുള്ള ആൾക്ക് ഹേർട്ടാവുന്ന നമുക്ക് മുന്നേ അറിയുന്ന വാക്കുകൾ പോലും ആ ഒരു ആങ്കർ മോഡിൽ നമ്മൾ സംസാരിച്ചു. അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ഒരിക്കലേക്ക് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം ചിലപ്പോൾ വേണ്ടിക്കലെത്തും. അപ്പോൾ ഒന്ന് കൂളാവാനുള്ളൊരു ടൈം കൊടുക്കുക, ബ്രേക്ക് കൊടുക്കുക. അതാണ് അവിടെ നമ്മളെ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂവിൻ്റെ അകത്തുള്ള ഒരിത്. രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കീ ടു. രണ്ടുപേർക്കൊരു ബോധം ഉണ്ടാവണം, എന്താ നമ്മൾ പാർട്ട്നേഴ്സാണ്, അല്ലെങ്കിൽ നമ്മളിടയിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. ഓക്കെ, അതിന് ടൈം എടുക്കും, എന്നാലും സോൾവ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം നമ്മളത് സോൾവ് ചെയ്തേ തീരും എന്നുള്ളത് ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടാകും. അപ്പോൾ ഇതാണ് വർക്ക് പ്ലേസിലെ റിലേഷൻഷിപ്പിൻ്റെയും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനെ പറ്റിയിട്ട് ഉള്ള കുറച്ച് ടെക്നിക്സ്.